ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനാദ്യം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അവനെ സൃഷ്ടിച്ച, അവന് ആഹാരം നൽകിയ, അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അവൻ്റെ സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ്. അൽ ഖാലിഖ് എന്നാണ് അറബി ഭാഷയിൽ സൃഷ്ടാവിനെ സംബന്ധിച്ച് പറയുന്ന വാക്ക്. അൽ ഖാലിഖ് എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് എല്ലാ വസ്തുക്കൾക്കും ഉണ്മയും സൃഷ്ടിപ്പും നൽകിയവൻ എന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലങ്ങളിലാണ് അൽ ഖാലിഖ് എന്ന പദം വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് ഖാലിഖ്, ആരാണ് സൃഷ്ടാവ്? വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വളരെ കൃത്യമാണ് ആയത്ത്. കാരണം അള്ളാഹുവാണ് പടച്ചത്, അള്ളാഹുവാണ് ഈ ലോകം സംവിധാനിച്ചത്, നമുക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട അൽ ഖാലിഖാണ്. അതുകൊണ്ട് ഖാലിഖിനെ അറിയുക, റബ്ബിനെ അറിയുക, രക്ഷിതാവിനെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ആദ്യമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെ ആ ഖാലിഖിനെ അറിഞ്ഞാൽ, ആ ഖാലിഖിനെ മനസ്സിലാക്കിയാൽ, ആ ഖാലിഖിനെ സംബന്ധിച്ചുള്ള വിവരം അവന് ലഭിച്ചു കഴിഞ്ഞാൽ അവനെ മാത്രം ആരാധിക്കണമെന്നുള്ളതാണ് ഇസ്ലാം മുഖ്യമായും മനുഷ്യരോട് കൽപ്പിക്കുന്നത്. ആ നിലയിലേക്ക് ഖാലിഖിനെ മനസ്സിലാക്കാൻ, അവനെ അറിയാൻ, അവനിലേക്ക് അടുക്കുവാൻ, അവനെ മാത്രം പ്രാർത്ഥിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് അവൻ്റെ അപാരമായ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.